ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ എല്ലാവരും വിവരങ്ങളും സുഖമല്ലേ? ഇന്നിപ്പോൾ നമ്മളൊരു പുറത്തേക്ക് പോകുക കേട്ടോ. പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ കാര്യത്തിന് ഓരോരോ ദിവസം ഇങ്ങനെ പോക്കും വരവും നടക്കൂല. അപ്പോൾ അത് വിചാരിച്ചു കിടന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട്, ബാങ്ക് പോകാണ്ട്, അയൽക്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ കുറേ ശരിയാക്കാണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ലാബിലേക്ക് പോയതാണ് എൻ്റെ ഷുഗറും ഇതൊക്കെ ഒന്ന് നോക്കാൻ. അങ്ങനെ എപ്പോഴൊന്നും നോക്കലില്ല, എപ്പോഴെങ്കിലുമൊക്കെ നോക്കലുള്ളൂ. വേദനയും ശരീരത്തിന് വേദനയും ഇതൊക്കെ ആയപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയണേ, ലാബത്തെ സിസ്റ്റർ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കണ്ടീനോ ചോദിച്ചപ്പോൾ കണ്ടീനു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടെസ്റ്റൊക്കെ കൊടുത്തുകാണ് ഞാൻ അങ്ങനെ പോരുകയാണേ. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ബാങ്ക്. അപ്പോൾ ആ ബാങ്കിലൊന്ന് പോട്ടെ, റിസൾട്ട് കിട്ടുമ്പോഴത്തേനേ ബാങ്ക് പോയി അയൽക്കൂട്ടത്തിൻ്റെ പൈസ തന്നതൊക്കെ ഉണ്ട്, അത് കൊണ്ടുപോയി അടക്കട്ടെ. അത് എപ്പോഴൊന്നും കൊണ്ടുപോയി മാസത്തിലൊന്നും കൊണ്ടുപോയി അടക്കാൻ മാത്രമൊന്നും കിട്ടലില്ല. അപ്പോൾ 2-3 മാസമൊക്കെ ആവും. ആരും 10-15 ആളുണ്ടായിട്ട് ആരും വല്ലാതെ വരവൊന്നുമില്ല. അപ്പോൾ ഉള്ള പൈസ കൊണ്ടുപോയി അടക്കട്ടെ വിചാരിച്ചാണ് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇതും കഴിഞ്ഞേക്കണ്, ചെക്കിൻ്റെ ബുക്കും കഴിഞ്ഞേക്കണ്. അപ്പോൾ അതൊന്ന് പുതിയത് വാങ്ങും വേണം. അങ്ങനെ ബാങ്കിലൊക്കെ എത്തി. ബാങ്കിലത്തെ ആൾക്കാരൊക്കെ നമ്മളെ നാട്ടുകാർ തന്നെ കേട്ടോ, അറിയണോല് അയൽക്കാർ നാട്ടുകാരൊക്കെയാണ്. അപ്പോൾ ചെക്ക് ഒരു റെഡിയാക്കി തരികയാണ്. അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയിട്ട് വേണം ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. റിസൾട്ട് വാങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകണം. എന്താ അപ്പോൾ അതൊക്കെ കിട്ടി. ബുക്കിൽ പൈസയൊക്കെ ചേർത്ത് ഇങ്ങനെ നോക്കി പോരുക കേട്ടോ. ഇനി ചെന്നിട്ട് മെനേഴ്സൊക്കെ എഴുതാണ്ട് ചെക്ക് ചെയ്ത് കൊടുക്കാണ്ട് ഒരാൾക്ക് ലോണ് ചോദിച്ചേക്കണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ്. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വരിക്കേണ്ടി വരും, നല്ല തിരക്കേക്കാരം അവിടെ. കുറേ നേരം നിൽക്കണം. മോനായിട്ടാണ് പോന്നക്കൊണ്ടും. എന്താ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. ഹെൽത്ത് സെൻ്റർ ആട്ടോ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ എത്തി ടോക്കനൊക്കെ എടുക്കാൻ വേണ്ടി വരിക്കുകയാണ്. ഇവിടുത്തെ മരുന്ന് തന്നെ കുടിച്ചത് ഞാൻ. അത് സ്ഥിരമായിട്ടൊന്നും കുടിച്ചൂല, എപ്പോഴെങ്കിലൊക്കെ തോന്നുമ്പോഴൊക്കെ കുടിച്ചോളൂ. അങ്ങനെയൊന്നും പറ്റൂല, സ്ഥിരമായിട്ടൊക്കെ കുടിച്ചണം. നമ്മളെ കാര്യം ശ്രദ്ധിക്കൂല. ഏതായാലും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കാണുമ്പോഴേ ഞാൻ വരലുള്ളൂ. അത് വേസ്റ്റാണ്. ഇപ്പോൾ ടോക്കൺ എടുക്കാൻ വേണ്ടി വരിക്കുകയാണ്. ചെപ്പ് ഇടാനായിട്ടില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് ഒരു ഷുഗറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞേക്കണു. അപ്പം ഇനിയിപ്പോൾ അവിടെ ഒന്ന് പോവാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് പോന്നിക്കാണ്ട് പിന്നെ അയൽക്കൂട്ടത്തിൻ്റെ ലോണ് ചോദിച്ച ആൾ വിളിച്ചിരുന്നു. അപ്പോൾ ഓൽക്കുള്ളത് ശരിയാക്കി കൊടുക്കാൻ മെനേഴ്സ് എഴുതാണ്ടേനു. അപ്പോൾ അത് എഴുതുകയാണ്. നേരം കിട്ടലില്ല എഴുതാനൊന്നും. രാത്രി മോനെ ഉറങ്ങിയതിൻ്റെ ശേഷമൊക്കെയാണ് എഴുതൽ. അപ്പോൾ അയൽക്കൂട്ടം കൂടാൻ ഇവിടെ വെച്ചുകൊണ്ടല്ല കൂടൽ, ഒരു താത്താൻ്റെ വീട്ടിലേക്ക് പോകലാണ്. കാരണം ഒക്കെ കുറേ മേലുള്ളവരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കയറാൻ എല്ലാവർക്കും പ്രയാസമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകലാണ്. എല്ലാ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ അയൽക്കൂട്ടത്തിൻ്റെ ദിവസം. ആദ്യമൊക്കെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചകളിൽ കല്യാണ ദിവസം അധികം ആയപ്പോഴേ ആരും വരാതായി. അപ്പോൾ പിന്നെ ചൊവ്വാഴ്ച ആക്കിയതാണ്. 10-15 ആളുണ്ടെങ്കിലും ഒരു 4-5 ആളൊക്കെ ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് പതിയെ ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല. സെക്രട്ടറി പ്രസിഡൻ്റായി നിൽക്കാൻ ആരും കിട്ടൂല. പക്ഷെ നമ്മൾ നിന്നു. നമുക്കൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ലോണോ കാര്യമൊക്കെ എടുക്കണമെങ്കിലോ എന്ന് കരുതിക്കാണ്ട് നിന്നതാണ്. 1000-2000 ചോദിച്ചാൽ അപ്പോൾ ആരാ കടം തരാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെറിയൊരു ലോണൊക്കെ കിട്ടിയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ സെക്രട്ടറി ആയി നിന്നതാണ്. ചൊവ്വാഴ്ച അടിച്ചിട്ട് യാതൊരു മാറ്റമൊന്നുമില്ല കേട്ടോ. ഓലെന്നെ ദിവസം കണക്കാക്കിയതാണ് ചൊവ്വാഴ്ചന്ന്. അത് വെച്ചിട്ട് യാതൊരു മാറ്റമൊന്നുമില്ല. അതേ മാസം അടക്കാൻ കൊണ്ടുപോകാത്ത. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മാസമൊക്കെ അങ്ങനെ കൊണ്ടുപോയിനും. പിന്നെ ഉണ്ടാവില്ല പൈസ. അപ്പോൾ 3-4 മാസം ഒന്നിച്ച് കിട്ടിയിട്ട് കൊണ്ടുപോയി അടക്കലാണ്. ആ അടച്ചത് അപ്പം തന്നെ ഒരാൾക്ക് ലോണും ആവശ്യം ഉണ്ടാവും. അങ്ങനെ
അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മിനിയേഴ്സ് ചെയ്തതാണ്. അത് ഇനി ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ കോപ്പിയും ചെക്ക് എഴുതി കൊടുക്കണം. ആ ചെക്കും ഫോട്ടോ കോപ്പിയും കൂടി ബാങ്കിൽ, ഇപ്പോൾ ഞാൻ പോയല്ലേ ബാങ്ക്, ആ ബാങ്കിൽ ഓല് കൊണ്ടുപോയി കൊടുത്തെങ്കിലേ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അത് എഴുതി ഉണ്ടാക്കുകയാണ്, കുറേ എഴുതി ഉണ്ടാക്കാണ്ട്. ഞങ്ങളെ ഈ വാർഡിൽ വല്ലാതെ അയൽക്കൂട്ടമില്ല, ഞങ്ങളെ ഈ ഭാഗത്തേക്ക് തന്നെ ഇല്ല. അപ്പം ഞാൻ ഇതേമാതിരി എല്ലാ വീട്ടിലും പോയി ചോദിച്ചേക്കാണ്ട് നമ്മൾ തുടങ്ങിയല്ലേ പറഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കൂടാണ്ട്, പക്ഷെ ആരും നിൽക്കാനില്ല. സെക്രട്ടറിയായിട്ടും പ്രസിഡൻ്റായിട്ടും നിൽക്കാനില്ല. പക്ഷെ വല്ല വിവരമൊന്നും വേണ്ട, എന്നാലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അങ്ങനെ ഞാൻ നിന്ന് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ ചേരാൻ വരികയാണ്. അപ്പോൾ ഞാൻ പറയാം, തോനെ ആളെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 അയൽക്കൂട്ടമാക്കാമെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ 2 എല്ലാവർക്കും ഇപ്പോൾ ഇതിൽ തന്നെ കൊള്ളിച്ചാണ് എല്ലാം. അതിപ്പോൾ ബുദ്ധിമുട്ടല്ല, ഇപ്പോൾ നമുക്ക് കൊണ്ടെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. കണക്കും കാര്യം ചെറിയ കണക്കാണെങ്കിലും കൂടിയിട്ട് വർഷങ്ങളോളം ആകുമ്പോൾ വലിയ പ്രയാസം വരും ഇപ്പം അത്. അപ്പോൾ 2 അയൽക്കൂട്ടമാക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കണു. അപ്പോൾ 2 അയൽക്കൂട്ടത്തിന് എല്ലാവർക്കും തയ്യാറ്, പക്ഷേ അതിനും നിൽക്കാൻ ആളില്ല, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട് അയൽക്കൂട്ടത്തിൽ തുടങ്ങാനും കൂടാനൊക്കെ. ഏതായാലും ഇതൊക്കെ എഴുതിയെടുക്കട്ടെ കേട്ടോ. ഈ ചെക്കൊക്കെ എഴുതിയിട്ട് വേണം താത്താക്ക് മിനിറ്റ്സിൻ്റെ ബുക്കും ചെക്കും കൂടിയും കൊണ്ടേ കൊടുക്കണം. എന്നിട്ട് ആ മിനിറ്റ്സിൻ്റെ ബുക്ക് പോലെ ഞാൻ എഴുതിയത് കോപ്പി എടുത്തിട്ട് പുസ്തകം ഒരു ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും. ഇന്നിപ്പോൾ വീട്ടിലെ കാര്യമായിട്ട് പണിയെടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യങ്ങളോട് പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴേ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടു, ഭയങ്കര സന്തോഷം. എനിക്ക് അറിയില്ലല്ലോ, അപ്പോൾ എൻ്റെ അടുത്ത് വന്നാണ്, കുന്നുംപുറമുള്ളതാണല്ലോ, എൻ്റെ അടുത്ത് വന്നുകാണ് സലാം ചൊല്ലി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളാരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ പറഞ്ഞു. ഒന്ന് വീഡിയോസ് കാണലുണ്ട്, സബ്സ്ക്രൈബറാണ് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. അത് നിങ്ങളെ അറിയിക്കാച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.